അല്പസമയം നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് What we like to speak on this morning is ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ when we are in the Lord's presence, അത്യുന്നതന്റെ മറവിൽ നാം വസിക്കുകയാണെങ്കിൽ when we are in the under the wings of the Lord, ദൈവിക സംരക്ഷണം നമുക്ക് ലഭ്യമാകും. we can feel the protection of God. അപ്പോൾ ദൈവിക സംരക്ഷണത്തിന്റെ പ്രത്യേകത എന്നതിനെ കുറിച്ച് ചില ചിന്തകൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. What I'd like to share to you is the way the Lord's protection is into our lives. ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കേണ്ടതിന് വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമാകുന്ന ഒത്തിരി മുഖാന്തരങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. God does many things the way he can protect his children. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്നതിനേക്കാൾ അപ്രമേയവും മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ വലുതും ആണ് എന്ന് നാം മറന്നു പോകരുത്. We should not forget that is beyond our understanding or knowledge that the work of the Lord happens. ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കാൻ വ്യത്യസ്തങ്ങളാകുന്ന പദ്ധതികൾ അതാത് സമയങ്ങളിൽ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. God does different plans at the different situation we are in and he to deliver us and protect us. അതൊരു പക്ഷേ നമ്മളുടെ ബുദ്ധിക്ക് നിരക്കുന്നതിനേക്കാൾ വലുതാണ്. It will be beyond our understanding. അത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യുവാൻ അല്ലെങ്കിൽ കണക്ക് കൂട്ടുവാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. It is beyond our understanding or we are not able to calculate the way God has done for us. പലപ്പോഴും നാം ചിന്തിക്കും We always think നമ്മുടെ നന്മകൾ ഇന്ന വഴികളിലൂടെ വരും. so our blessing will come from these ways. ഇന്ന വ്യക്തികളിലൂടെയുമാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. God is going to do an opening through this particular people. അങ്ങനെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ചല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. The way we think or the way we understand or the knowledge that we have is not the same manner that God does things for us. അപ്പോൾ ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു എന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. We have also experienced that God delivers us. അപ്പോൾ എപ്രകാരമുള്ള നിലവാരത്തിലാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. We have not recognized or understood the ways that God has delivered us. ദൈവത്തിന്റെ രഹസ്യ സങ്കേതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പലപ്പോഴും നാം പ്രാപിച്ചിട്ടില്ല. We have not even received or experienced the secrets of God's plan. എന്താണ് ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് നാം ഇരുന്നാൽ ഉള്ള പ്രത്യേകത? What is the benefit that if we sit in the secret place of God? ഇന്നിവിടെ ഞാനിവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് What I would like to meditate is 91 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യമാണ്. it's from the book of Psalm 91 verse 2. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. Let us read it. യഹോവയെക്കുറിച്ച് ഞാൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അടുത്ത വാചകം കൂടെ. അവൻ നിന്നെ വേട്ടക്കാരുടെ കണിയിൽ നിന്നും. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. This is what I would like to say. ദൈവം നമ്മളെ രഹസ്യ സ്ഥലത്തിരുത്തുമ്പോൾ When God keeps in a secret place, ആ സ്ഥലം എന്നത് വളരെ ഭദ്രതയുടെയും സുരക്ഷിതത്തിന്റെയും സ്ഥലമാണ്. it's a place of real security and protection. ആ സ്ഥലത്ത് ഒരു ശത്രുവിനും കടന്നു വന്ന് നിന്നെ പിടിക്കാൻ കഴിയത്തില്ല. To that place no evil can come and snatch you off. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിന് കീഴിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ If we are in the capture of the protection of God, ഒരു ശത്രുവിന് നിന്നെ കടന്നു വന്ന് പിടിക്കാൻ കഴിയാതെ വണ്ണം നീ ഒരു പ്രത്യേക സംരക്ഷണത്തിന് കീഴിലായിരിക്കും. and so the devil cannot or the enemy cannot snatch you or harm you when we are under his arms. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, This is what the word of God says. പുരാതനനായ ദൈവം എന്റെ സങ്കേതം. That's why the psalm says that God is my refuge. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. So there is a lot of protection things around me. നിനക്കെതിരെ ശത്രു എത്ര വലിയ കണക്കുകൂട്ടലുകൾ ചെയ്താലും Even however the enemy tried to put a lot of traps for you, ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിന് കീഴിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ if you are under the wings or on the net of God Almighty, ശത്രു കൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി the calculation of how the evil one takes beyond that, ദൈവം തന്റെ വഴിയെ തുറന്ന് God will open his ways തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. and we will see that God delivers his people. അപ്പോൾ നാം ചെയ്യേണ്ടുന്നത് What we have to do, നാം നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഓടുന്നതിനേക്കാൾ instead of running towards our thinking, മറ്റുള്ളവരുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് നാം ജീവിക്കുന്നതിനേക്കാൾ instead of
walking the way others are thinking about ആ us, മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് നാം ജീവിക്കുന്നതിനേക്കാൾ instead of have a script written by others, if we were walking according to that, ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. let us give ourselves to God's plan and His plan. ദൈവാലോചനയ്ക്കായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കണം. Let us give ourselves to God's plan. പലപ്പോഴും മാനുഷിക ബുദ്ധിക്കനുസരിച്ച് നാം ചിന്തിക്കുമ്പോൾ When we are thinking of a human way of thought, നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. we are not able to do it. എന്നാൽ But മനഃപൂർവമായി ദൈവഹിതത്തിനായി നാം പ്രയത്നിക്കുന്നെങ്കിൽ, if we are seriously or with full heart that we look upon the God's way, ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, if we are praying for God's plan, ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ if we are giving ourselves to God's hand, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. then He will hear our prayer. പക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ വേണ്ടുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? Do you know what is the problem we have? നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിക്കണം. However we want our work to finish നമ്മൾ ഇന്ന് quickly. ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് The world that we live in, നമ്മളൊരു ഇൻസ്റ്റന്റ് വേൾഡിലാണ് ജീവിക്കുന്നത്. we live in an instant world. എല്ലാം പെട്ടെന്ന് കിട്ടണം. Everything we should receive quickly. ബാംഗ്ലൂരിൽ ജീവിക്കുന്നത് നമുക്കറിയാം. People who live in Bangalore will know. ഓർഡർ ചെയ്താൽ ഫുഡ് കിട്ടും. We order food, it comes to us. ഓർഡർ ചെയ്താൽ മീനോ ഇറച്ചിയോ കിട്ടും. When we order, we get delivered. നമ്മൾ ഓർഡർ ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. There is nothing that is that we can't get delivered when we order. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, According to our taste, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, according to our liking, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് according to our culture, എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ലഭിക്കും. whatever we want, we get it. അപ്രകാരമുള്ള ഒരു സ്പീഡുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are living in such kind of situation in the world that we are. പക്ഷെ ഒരു കാര്യമുണ്ട്, But one thing is true. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ When we are sitting in God's presence, അപ്രകാരം പലതും സ്പീഡിൽ നടക്കണമെന്ന് നിർബന്ധമില്ല. it is not necessary it have to go in the same speed. ചിലതൊരു പക്ഷെ പെട്ടെന്ന് നടന്നെന്ന് വരാം. Some might happen quickly. ചിലര് പക്ഷെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. Sometimes we have to wait upon the Lord for years ചിലതിന് together. ക്ഷമയോടുകൂടെ നാം കാത്തിരിക്കണം. Sometimes we have to wait upon the ഞാൻ Lord. ഇങ്ങനെയാണ് as long as we can. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. This is what I understand. ഒരു കൃഷിക്കാരൻ A person who's doing കൃഷി agriculture, ഇറക്കി when he started doing ക്ഷമയോടെ patience, തന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ when as he waits for his fruit of his work, ഒരു ദൈവ പൈതൽ a child of God ക്ഷമയോടുകൂടെ with patience, ദൈവസന്നിധിയിൽ he should be in God's presence. കാത്തിരുന്നെങ്കിൽ മാത്രമേ Only if he waits upon the Lord, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടത്തുള്ളൂ. only then what God plans about that reward we receive. പലപ്പോഴും നമ്മളുടെ ബുദ്ധിമോശങ്ങൾ കൊണ്ട്, Many a time because of stupidity, പലപ്പോഴും നമ്മളുടെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട്, because of hard steps, പലപ്പോഴും നാം പലതും നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. we have lost many of the things. ജീവിതത്തിൽ എത്രയോ നന്മകൾ ഇതുപോലെ നമ്മളുടെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞത് നമുക്കറിയാം. Because of our stupidity, many a time we have lost the blessing that we had to receive. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, But one thing you should not forget. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, If God has a plan about your life, പ്ലാൻ ഇട്ട ദൈവത്തിന് അത് നിറവേറ്റുവാൻ കഴിയുമെന്ന് നാം മറക്കരുത്. don't forget the God who has planned about your life knows how to do it. ഇന്ന് പകലിൽ പറയാമോ, Can you say this morning? ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. God has a plan about my ആ life. ഇട്ട പ്ലാൻ ദൈവം നടത്തുക തന്നെ ചെയ്യോ. That plan, God will do it. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? For that, what I should do. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയല്ല ചെയ്യേണ്ടുന്നത്. We should not go into the world. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. Instead, we have to wait upon the Lord. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, What I'm saying is, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവവൈതലേ, those who are waiting upon the Lord, നമ്മൾക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. there is a protection God has kept for you. ആ സംരക്ഷണത്തിൽ നിന്ന് വലിച്ചെടുത്ത് മാറ്റിക്കളയുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. No power can snatch you from that protection. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്നത്, So what we have to understand is, ദൈവമാണ് സർവശക്തൻ. God is almighty. ഒരു വാക്യം നമുക്ക് വായിക്കാം. Let us read another verse. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 27-ാം വാക്യമാണ്. Deuteronomy 33 verse 27. അപ്പൊ നമ്മൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? So where do we depend on? പുരാതനനായ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. We are looking upon the Lord of ancient times. പുരാതനൻ എന്ന് പറഞ്ഞാൽ The ancient time, what do you mean by that? പണ്ട് മുതലേ ഉള്ള. A person who is long back. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, This is what the word of God says. ദൈവത്തിന്
ആദിയില്ല. There's no beginning for God. ആദി മുതൽ ഉള്ള ഒരു ദൈവം. The God who was there since the beginning. അപ്പൊ പുരാതനനായ ദൈവമാണ് നിന്റെ സങ്കേതം. So the ancient God is the protector. എനിക്ക് എത്ര വയസ്സാവുള്ളേ? Do you know what's my age? എന്റെ വയസ്സിന് അനുസരിച്ചുള്ള ഒരു ദൈവമല്ല. It's not a God who is according to my age. പുരാതനനായ ദൈവം. He is the old ancient God. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, Far before I was born. എന്റെ പിതാവ് ജനിക്കുന്നതിന് മുമ്പ്, Far before my father was born. എന്റെ അതിനു മുമ്പുള്ള മുൻകാല പിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പ്, Far before our forefathers were born. ഭൂമിയുടെ സൃഷ്ടിക്ക് മുമ്പ്, Before the world was born. ആ സകലത്തിനു മുമ്പ് Before anything. ഉള്ള ഒരു ദൈവം. He is the God who was there. That അവിടെയാണ് നമ്മുടെ സേഫ്റ്റി. That is the place of safety. അവിടെയാണ് നമ്മുടെ സംരക്ഷണം. That is our protection. അവിടെയാണ് നമ്മുടെ പരിപാലനം. That is how He concerns you. അവിടെയാണ് നമ്മുടെ നടത്തിപ്പ്. That how He chooses steps for our life. പലതിനെ കുറിച്ചും നാം വ്യാകുലപ്പെട്ട് ഉറങ്ങുവാൻ കഴിയാതെ ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. We all know many people who are not able to go forward and start thinking in their life. പലരും പറയാറുണ്ട്, Many people say, പാസ്റ്ററെ രാത്രി കിടന്നാൽ ഉറക്കമില്ല. Pastor, when I'm sleeping, trying to sleep at night, I'm not able to sleep. കോവിഡ് കാലത്ത് അനേകരെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. I still remember during the COVID time, people called me and asked for me to pray. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വിളിക്കും. They have called me at the late night, 1 and 2. ഉറങ്ങുവാൻ കഴിയുന്നില്ല. I'm not able to sleep. ഭയം ബാധിച്ചിരിക്കുന്നു. Fear has captured me. ഒരു സ്വസ്ഥതയുമില്ല. There's no peace. ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. I'm not able to eat food. സമാധാനം നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്നു. I feel that I've lost my peace. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, This morning I tell you, നമ്മളുടെ സമാധാനം ദൈവമാണ്. our peace is of God Almighty. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ദൈവമാണ്. Our Redeemer is God നമ്മുടെ Almighty. പരിപാലകൻ ദൈവമാണ്. Our person who cares for us is our God Almighty. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ്. The person who does things for us is our God Almighty. ഏതൊക്കെ മാനുഷിക കരങ്ങൾ നിനക്ക് വേണ്ടി കരങ്ങൾ നീട്ടിയാലോ, Whoever tries to lift and stretch their hands for you, ഏതൊക്കെ മാനുഷിക കരങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാലോ, however, whichever hand try to help you out, അതിനെല്ലാം പരിമിതി ഉണ്ട് കേട്ടോ. there is a limitation for that. ഇന്ന് പകലിൽ പറയാമോ, Can you say this morning? എല്ലാ കരങ്ങൾക്കും പരിമിതിയുണ്ട്. Every hand has got its എല്ലാ limitation. മനുഷ്യനും പരിമിതിയുണ്ട്. Every human has his own limitation. എല്ലാ സംരക്ഷണത്തിനും പരിമിതിയുണ്ട്. Every protection has its പക്ഷേ limitation. എന്റെ ദൈവത്തിന്റെ കരങ്ങൾക്ക് ഒരു പരിമിതിയുമില്ല. But the hands of my God has no limitation. എന്റെ ദൈവത്തിന്റെ കരങ്ങൾ ശാശ്വതമായ ഭുജമുള്ളതാണ്. Because the hand of my God is a God who can protect me. എന്നേക്കും നിലനിൽക്കുന്നതാണ്. It lasts forever. എന്നേക്കും സംരക്ഷണം നൽകുന്നതാണ്. It can protect ever. ആർക്കും എന്നെ ആ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. Nobody can snatch me from the hands of God Almighty. ഞാനിത് പറയുമ്പോൾ ഒരു ചെറിയ ഇലസ്ട്രേഷൻ ഓർക്കുന്നു. When I'm saying this, a thought came to my mind. ഒരു പിതാവും ഒരു കൊച്ചു ബാലകനും കൂടെ ഒരു ചെറിയ പാലത്തിലൂടെ നടന്നു പോവുകയാണ്. Where father and son was crossing the bridge. അങ്ങനെ നടന്നു പോകുമ്പോ As they were walking, അപ്പൻ മകനോട് പറഞ്ഞു, the father said to the son, മകനെ നീ എന്റെ കയ്യെ പിടിച്ചോളാം പറഞ്ഞു. Son, you hold my hand. ഉടനെ മകൻ പറഞ്ഞു, So the son said, കൊച്ചു ബാലകനാണെങ്കിലും അവൻ പറഞ്ഞു, so even though he's a little boy, he said, അപ്പ എന്റെ കരങ്ങൾ വളരെ ചെറുതാണ്. Father, my fingers are very small. ഞാൻ മുമ്പോട്ട് പോകുമ്പോ If I go forward, അപ്രതീക്ഷിതമായി വഴുതിപ്പോയാൽ, if I slip, നീ പിടിക്കുകയാണെങ്കിൽ if you are holding, നിന്റെ കരത്തിൽ നിന്ന് ഞാൻ താഴെ പോകത്തില്ല. if you are holding, then I will not slip away. മറിച്ച് Instead, ഞാൻ പിടിക്കുകയാണെങ്കിൽ if I hold your hand, എന്റെ കരം വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. there is possibility that I might leave your hand. അങ്ങനെ വിട്ടുപോയാൽ If I leave it, ഒരിക്കലും നിനക്ക് എന്നെ കിട്ടാതെ വണ്ണം ഒരുപക്ഷെ ഞാൻ നഷ്ടപ്പെട്ടു പോകും. you might not get me and I will be lost forever. ഇന്ന് ബുദ്ധി വർദ്ധിച്ച ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. We are living in a world where the thoughts have been increasing. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ പഠിപ്പിക്കുക. We are trying to pray and teach God. നമ്മൾ പ്രസംഗിച്ച് ദൈവത്തെ പഠിപ്പിക്കുക. We are trying to preach and teach God. നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിക്കുക. We are asking many questions and asking God and എന്നാൽ ഇന്ന് nothing God. പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, So what I'm trying to tell the anointing is, ദൈവത്തെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുവാനല്ല, is not to trouble God. ദൈവാലോചനയെ അനുസരിക്കുന്ന ഭക്തന്മാരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. God blesses the saints who have obeyed God. ദൈവവാക്ക് കേട്ടനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്ന ഭക്തന്മാരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. God is pleased with people who listen, the saints who listen to His word and walks according to ഇന്ന് it. പകല് ഞാൻ പറയട്ടെ, I will say this morning, ആരെങ്കിലും ദൈവവാക്ക്
വാക്ക് കേട്ടനുസരിച്ച് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ, if any person is ready to obey what the Lord tells, എന്റെ ദൈവത്തിന്റെ പരിപാലനം എങ്ങനെ ആയിരിക്കുമെന്നറിയാമോ? do you know how the protection of God will be? അത് മുമ്പിൽ നിനക്ക് പരിപാലനമായി ദൈവം വെളിപ്പെടും. It will be a protection in front of you and you can see it. അത് പിൻപിൽ നിനക്ക് ദൈവത്തിന്റെ പരിപാലനമായി വെളിപ്പെടും. You also see the protection of God behind you. ദൈവത്തിന്റെ പരിപാലനം മുകളിലും താഴെയും ഉണ്ടായിരിക്കും. The protection of God will be above and under. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. This is what the word of God says. നിന്റെ എല്ലാ വഴികളിലും In all your ways, നിന്നെ കാക്കേണ്ടതിന് to protect you. അവൻ നിന്നെ കുറിച്ച് And for that, തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. He has said to His angel to take ഇന്ന് care of പകലിൽ you. പറയാമോ? Can you say this എന്റെ morning? എല്ലാ വഴികളും In all my ways, ദൈവ ഇഷ്ടപ്രകാരമായിരിക്കും. it will be according to God's എന്റെ plan. എല്ലാ വാക്കുകളും All my words, ദൈവാലോചന പ്രകാരമായിരിക്കും. it will be according to God's plan. നിന്റെ എല്ലാ വഴികളും In all your ways, ദൈവഹിതത്തിനായിരിക്കും. it will be according to God's plan. എന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തില്ല. I will not do things according to my thoughts or my understanding. ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ യാത്ര ചെയ്യൂ. I will walk according to the word of God. ധൈര്യമായിട്ട് പറയാമോ? Can you say with bravery? ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ യാത്ര ചെയ്യൂ. I will walk according to what the Lord wants us to do. ബുദ്ധിയുടെ പ്രമാണത്തിന് നീ ഓടുന്നെങ്കിൽ, If you are going to travel according to the world, നിന്റെ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും നേടിയെന്ന് നീ കരുതുന്നെങ്കിൽ, if you are thinking you have gained everything because of your skill, ദൈവവചനത്തിൽ ആശ്രയിച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, I hold on to the word of God and I'll നീ fail. ഒരു പരാജയമാകോ. You will be a failure. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനോ But a person who looks upon the Lord, എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിരിക്കും. he will be like the Mount Zion where he will never be shaken. ഇന്ന് പകൽ പറയാമോ? Can you say this morning? എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നിലനിൽക്കും. A saint of God or trusts God Almighty will not be shaken like the Mount Zion. അപ്പോൾ ദൈവവചനം പറയുകയാണ്, So the word of God says, എന്താണ്? ദൈവസന്നിധിയിൽ സംരക്ഷണമുണ്ട്. so there is protection in the word of God. അവൻ നിന്നെ വിട്ടുകളയത്തില്ല. He will not leave you. ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. There's a word that I would like to read. എബ്രായ ലേഖനം In Hebrews 13-ാം അധ്യായം chapter 13, അതിന്റെ 6-ാം വാക്യം verse 6. ഇങ്ങനെയാണ് പറയുന്നത്, This is what it says. ആകയാൽ കർത്താവ് എനിക്ക് തുണ, Because God is my protection. ഞാൻ പേടിക്കുകയില്ല. I fear not. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? What can man do? ഇന്ന് പകലിൽ പറ, Can you say this എന്റെ morning? ജീവിതത്തിന്റെ എല്ലാ വഴികളിലും In all my ways of my life, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ when I depend on the Lord and I travel, എനിക്ക് തുണയായിട്ട് നിൽക്കുന്നത് ആരാണ്? who is standing beside me if I am എനിക്ക് protected? കർത്താവാണ് എന്റെ തുണ. That God is my protector. ഒന്ന് വായിക്കാമോ? Can you read that word? ആകയാൽ ആകയാൽ കർത്താവ് എനിക്ക് തുണ, ആ. ഞാൻ പേടിക്കുകയില്ല. ആ. മനുഷ്യനോട് എന്ത് ചെയ്യും? മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? What can man do to me? നിന്റെ വശത്ത് 1000-ഉം 10,000-ഉം ഒക്കെ നിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്തു വരും. There will be 10 or thousands who come to question you. എന്നാൽ അവർ വീണുപോകും. They will fall. നിന്റെ വശത്ത് പലവിധ പ്രശ്നങ്ങൾ കടന്നു വരും. You might have a lot of problems around you. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നീ കേൾക്കോ. You might hear the wars and രോഗങ്ങളും പ്രതികൂലങ്ങളും നിന്റെ മുമ്പിൽ ഉയർന്നു വരും. the sickness and kind of troubles you will be coming in front of ചില you. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ഭയന്നു. Many years ago we all felt bad or scared. കോവിഡ് ലോകത്തെ വിഴുങ്ങി. The COVID has captured the world. എത്രയോ ആരോഗ്യമുള്ളവർ, Many people who are healthy, എത്രയോ ശക്തന്മാർ, who are strong, എത്രയോ ധനികർ, many rich, എത്രയോ വലിയ അധികാരികൾ many authority people. പെട്ടെന്ന് മരണം പിടിച്ച് ഈ ലോകത്തിൽ നിന്ന് പോയി. Quickly they got captured by the capture of the COVID and died. നമ്മളിൽ പലർക്കും കോവിഡ് വന്നു. Many of us also had COVID. ദൈവം സംരക്ഷിച്ചു. God protected. ദൈവം നമ്മുടെ പ്രാണനെ പരിപാലിച്ചു. God has protected our life. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. Don't forget. കർത്താവാണ് എനിക്ക് തുണ. God is my protector. അവനാണ് എന്റെ അഭയം. He is the only place of refuge. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. Psalm 46 verse 1 says like this. ഒന്ന് വായിക്കാമോ? Let us read. Blessed is the man that walketh not in the counsel of the ungodly, nor standeth in the ways of sinners. God is our refuge and strength and a very ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു.
God is our refuge and strength. അപ്പൊ നമ്മൾ ഈ ലോകത്തിലൊക്കെ ഓടി നടന്ന് ആശ്രയിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? Is there any meaning when you are running toward the world to get help? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്. This is what we read in book of Hebrews chapter 13. ആകയാൽ കർത്താവ് എനിക്ക് തുണ. So God is my helper. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചിങ്ങനാണ്. This is what we read just now. ദൈവം നമ്മളുടെ സങ്കേതവും ബലവുമാണ്. God is my refuge and my strength. അടുത്ത വാചകം നമ്മൾ നോട്ട് ചെയ്യണം. The next verse we have note. നോട്ട് ചെയ്യല്ല, Not only that, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. we have to make that happen in our lives. കഷ്ടങ്ങളിൽ മറ്റാരേക്കാൾ ഏറ്റവും അടുത്ത തുണയാണ് എൻ്റെ ദൈവം. In the midst of my trouble, the best person to have refuge is my God. മറ്റാരേക്കാളും ഏറ്റവും അടുത്ത തുണ. The person who's close to me is my God. ഞാൻ ഒരിക്കലും ഒരു നല്ല സ്നേഹിതനെ കുറിച്ച് ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. I have read about a good friend, a story about it. ആരാണ് നല്ല സ്നേഹിതൻ? Who is a good friend? ഒരു വാഹനത്തിൽ പോവുകയാണ് എല്ലാവരും. Everybody is traveling in a vehicle. അപ്പോൾ വാഹനം അപകടത്തിൽപ്പെട്ടു. The vehicle met with an accident. എല്ലാവരും രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യുക? കരമുയർത്തി ഇങ്ങനെ അയ്യോ എന്നെ രക്ഷിക്കെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. So people are crying out and saying, rescue me, rescuing. ഈ അപകടം പെട്ട വാഹനത്തിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു. So this man was also there in this vehicle which met with an accident. അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. So that man got escaped from that vehicle. ഒത്തിരി പേര് ഇങ്ങനെ കൈ ഉയർത്തി എന്നെ രക്ഷിക്കുന്നു പറയുക. So many people are showing their hands, lifting their hands up and saying, rescue me. അപ്പോൾ അദ്ദേഹം ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞും ഭാര്യയും ആ വാഹനത്തിലുണ്ട്. So the people in the vehicle was his person whom he loved a lot, his wife and his child. അപ്പോൾ സാധാരണഗതി മനുഷ്യൻ എന്ത് ചെയ്യും? So usually what people will do, ആരൊക്കെ കൈ നീട്ടിയാലും whoever they stretch their hands, താൻ സ്നേഹിക്കുന്ന തന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനേ പ്രാധാന്യം കൊടുക്കൂ. so people give priority for the one whom they love too much and for his wife and his child. പെട്ടെന്ന് തന്റെ കുഞ്ഞിനെയും ഭാര്യയെ രക്ഷിക്കും. So first he rescues his wife and child. അവരെ ഒരു സേഫായ പ്ലേസിൽ മാറ്റി നിർത്തിയതിനു ശേഷം After making them safe in a place, എന്ത് ചെയ്യും? what does he do? മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യും. Then if he can, then he will start helping the people to escape from that situation. എന്നാൽ But ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ if a true friend is, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഫസ്റ്റ് രക്ഷിക്കും. the person who is beside him first, he will rescue them first. അതാണ് ഏറ്റവും വിലയേറിയ സ്നേഹിതൻ. That is a true friend. തന്റെ കുടുംബക്കാരേക്കാൾ, Beyond their relatives, തന്റെ ഭാര്യയേക്കാൾ, കുഞ്ഞിനേക്കാൾ അധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ. a person who loves beyond his wife and child. പക്ഷേ ലോകത്തിലെ ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ കഴിയത്തില്ല. No man in this world can do like this. അവരവർക്ക് വേണ്ടവരെ മാത്രമേ പെട്ടെന്ന് ചെയ്യത്തുള്ളൂ. Whomever they love, they rescue them first. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രത്യേകത വരുന്നത്. Here comes the specialty of God Almighty. സകലതും നഷ്ടപ്പെട്ടപ്പോൾ, When everything was lost, സകലതും പരാജയപ്പെട്ടപ്പോൾ, when everything was a failure, കർത്താവ് നമ്മെ തേടിയെത്തി. God came in search of ഇവിടെ നമ്മൾ us. ഇങ്ങനെയാണ് വായിച്ചത്. This is what we read. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. God is our refuge and strength. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. A very present help in trouble. മറ്റാരേക്കാളും ഉപരിയായി നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം. Beyond other people, our God who rescue us. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത് അനുഭവിച്ചറിയാൻ കഴിയുമോ? Can we experience this in our life ഞാൻ these ഒരു days? കാര്യം പറയാം. I would like to say, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും, however troubles come in our life, അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞാലും, even if your mother says she will help, അപ്പൻ സഹായിക്കാമെന്ന് പറഞ്ഞാലും, if your father says he will help, സഹോദരങ്ങളും വീട്ടുകാരും സഹായിക്കാമെന്ന് പറഞ്ഞാലും, if your siblings and your dear ones will say that he will help, അതിനെല്ലാം പരിമിതി ഉണ്ട് കേട്ടോ. for everyone there is a limitation. കാരണം അവരാരും നിത്യരല്ല. Because they are not eternal. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അവർ ജീവിക്കുമെന്ന് ഒരു ഷുവർട്ടി ഇല്ല നമുക്ക്. Till we live, they also be alive. There's no surety of it. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. But there is a God who will be there with us right time. എന്നേക്കും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who lives forever. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വായിച്ചത്. That's how we read now. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. He is our refuge and strength. അവന് മരണമില്ല. There is no death. അവന്റെ സഹായത്തിന് പരിമിതികളില്ല. There's no limits for his help. താൻ സർവശക്തനാണ്. He is the Almighty. താൻ വീണ്ടെടുപ്പുകാരനാണ്. He is the Redeemer. താൻ സർവകൃപാലുവാണ്. He is the God who has നാം ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു. This is what we read in
Deuteronomy. പുരാതനായ ദൈവം എന്റെ സങ്കേതം. He is the ancient God who is my refuge. അടുത്ത വാചകം വളരെ വ്യക്തമാണ്. The other verse is well understanding. അവന്റെ കരങ്ങൾ എന്നേക്കും നിലനിൽക്കുന്ന കരങ്ങളാണ്. His hand will be and will stay for long. ആ വചനം ഇങ്ങനെയാണല്ലോ വായിച്ചത്. This is what we read. ശാശ്വത ഭുജങ്ങൾ. It is a refuge. ശാശ്വത ഭുജം എന്ന് പറഞ്ഞാൽ What means a refuge? ഏറ്റവും ഉറപ്പുള്ള കരങ്ങൾ. It is a stronghold of hand. ആർക്കും എന്നെ ആ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. No hand, nobody can remove my connection with the hand that I hold on. ഒരു ശത്രുവിനും എന്നെ കവർന്നെടുക്കാൻ കഴിയത്തില്ല. No enemy can snatch me. ശത്രുവിന് പുറത്ത് നടന്ന് എന്നെ നോക്കി അവനെ കൊതി കൂറാനേ പറ്റത്തുള്ളൂ. He can only look from far and feel jealous. നമ്മളൊക്കെ കാഴ്ച ബംഗ്ലാവിലൊക്കെ ചെല്ലും. When we go to the zoo, അവിടെ ചെല്ലുമ്പോൾ സിംഹങ്ങളും പുലിയും ഒക്കെ കിടക്കുന്ന കാഴ്ച ബംഗ്ലാവിന്റെ അതിന്റെ കൂടിനടുത്ത് പോയി നമ്മൾ നിൽക്കും. we go near the cage and look at the lion and so on. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. I have noticed many times. നല്ല ആരോഗ്യമുള്ള പുലിയും സിംഹവും ഒക്കെ ഇങ്ങനെ നടക്കും, വട്ടം നടക്കും. A tiger and lion, they are so strong and healthy and they start walking around. ചില സമയത്ത് ഇങ്ങനെ നമ്മളെ നോക്കി അവനിങ്ങനെ മണമൊക്കെ പിടിക്കും. The lion or the tiger, they look at us and they smell us. ഈ മണം പിടിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഇങ്ങനെയാണ്. This is why the thought came to my mind. എന്നെ പോണൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ If there's a person like me, ഇവനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ if he gets it, നന്നായിട്ട് ഉപയോഗിക്കാമായിരുന്നു. he could have used it. അവൻ ഇങ്ങനെ മണമൊക്കെ പിടിച്ച് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. So he looks at me and he's waiting for me. ഒരു കേജ് അവിടെ ഉള്ളിടത്തോളം കാലം, When there is a cage around him, ഒരു സംരക്ഷണം അവിടെ ഉള്ളിടത്തോളം കാലം, there's a protection. നീ എത്ര വാ പിളർന്നാലും However you open him up, നിനക്ക് പുറത്ത് വന്ന് എന്നെ തൊടാൻ പറ്റത്തില്ല. you cannot come out and touch me. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, The children of God who are listening, നീ ദൈവിക സംരക്ഷണത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, as far as you are under the protection of God, ശത്രുവെ നിന്റെ തലയെ കാൽവറിയിൽ എന്റെ കർത്താവ് തകർത്തതാ. the enemy, God has destroyed your head under the feet of God and he died on the cross of Calvary. പലപ്പോഴും വായി പിളർന്ന് നിനക്ക് എന്റെ ചുറ്റും നടക്കാൻ പറ്റും. You might walk around me, പക്ഷെ എനിക്കുള്ള സംരക്ഷണം വലുതാ കേട്ടോ. but the protection I have is great. എനിക്കുള്ള പരിപാലനം വലുതാണ്. The protection I have is great. നിനക്കെന്നെ അവന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. You cannot snatch me out from the hands of God. ഈ ദിവസങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞ നമ്മൾ ആരാധിക്കേണ്ടുന്നത്. We should understand these days about this and then worship the Lord. നമ്മൾ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? How should we worship the Lord? നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞല്ല We ആരാധിക്കേണ്ടത്. should not worship God by telling all our needs. ദൈവത്തിന്റെ കരുതലുകളെ ഓർത്ത് ആരാധിക്കണം. We have to think about the protection of God and then worship Him. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വിലയെ ഓർത്ത് നാം ആരാധിക്കണം. We should understand the value of His redemption and worship Him. ദൈവത്തിന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് അവനെ നാം ആരാധിക്കണം. We have to worship the Lord by giving praises and glory to His name. ദൈവത്തിന് ആ സ്തുതികളാലും സ്തോത്രങ്ങളാലും അവനെ സ്തുതിക്കണം. We have to worship God by praising and thanking Him. ഹൃദയപൂർവ്വം നമ്മൾ ആരാധിക്കണം. From the heart, we have to worship the Lord. ഇന്ന് അനേകരുടെ ആരാധന എന്ന് പറയുന്നത് When we say about people's worship, പാട്ടുകാർ പാടിക്കോട്ടെ, let the singers sing, പ്രസംഗിക്കുന്ന ഉപദേശി പ്രസംഗിച്ചോട്ടെ, let the preacher preach, ഞാൻ വന്നിരുന്നു തന്നേക്കാം. I will come and sit. അനേകർക്കാണ് ഇന്ന് അതിനും സമയമില്ല. Nowadays, people do not have time for that. too. പ്രാർത്ഥിക്കാൻ പോകാൻ നേരമില്ല. They don't have time for prayer. ആരാധിക്കാൻ പോകാൻ നേരമില്ല. They don't have time for worship. ഒരു ദിവസം ഉണ്ട് കേട്ടോ, There's one day, ഓട്ടം പിഴയ്ക്കുന്ന ഒരു ദിവസം, a day that we miss our track, താളം തെറ്റുന്ന ഒരു ദിവസം, a time that we miss our track. നിന്റെ കണക്കുകൂട്ടലുകൾ പാഴാകുന്ന ഒരു ദിവസം, There will be a fall in your നീ calculations. ചിന്തിക്കുന്നത് പോലെ നടക്കാത്ത ഒരു ദിവസം, There will be a day of how you thought it will not ദൈവത്തെ happen. വിശ്വസ്തതയിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, A person who remembers this and be worshiping the Lord truly. നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. That is the day that God will give the reward for good and bad. മറന്നു പോകരുത്. Don't forget. നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. There will be a day where good and for evil God gives the reward. നീ ഉഴപ്പിയതിന് വില കൊടുക്കേണ്ടി വരും. When you have neglected devil, you have to give a price. നീ പിന്മാറിയതിന് വില കൊടുക്കേണ്ടി വരും. If you're backslided, you are going to give a price. പലരും പഠിപ്പിക്കുന്ന അങ്ങനൊന്നും ചോദിക്കത്തില്ലെന്നാ. Many people teach you that God will not ask all this. പക്ഷെ എന്റെ അറിവനുസരിച്ച് ഞാൻ പറയട്ടെ, According to my understanding, I would like to tell you, ദൈവവചനം ഞാൻ പഠിച്ചതിനനുസരിച്ച്, as per the learning that I had of the word of God, ദൈവവചനം ഞാൻ അറിഞ്ഞതിനനുസരിച്ച്, the understanding I had of the word of God, ദൈവം എന്നെ മനസ്സാക്ഷി വെച്ച് വിധിക്കുന്ന ഒരു ദിവസം വരും. there will be a day where God will judge me according to the word I നന്മ did. ചെയ്താലും
നന്മ അനുഭവിക്കും. If we have done good, we will receive good. തിന്മ ചെയ്താൽ അതിനനുസരിച്ച് അനുഭവിക്കും. If we have a bad thing that we have done, then according to that we will be punished. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് നീ ക്ഷമിക്കാതെ അവനെ അപമാനിക്കാൻ നടന്ന നാളുകളിലും അതേ നാണയത്തിൽ നിനക്കും തിരിച്ചടി വരും. You will get a hit when you are not giving the importance to people who have helped you out. മറ്റുള്ളവരെ അപമാനിക്കാൻ നമ്മൾ ഓടിയാൽ If we are trying to insult others, നമ്മൾ എങ്ങും എത്തത്തില്ല. you will not reach anywhere. കുറച്ചു നാൾ നീ സേഫ് ആയിരിക്കും. For some time you will be safe. നിന്റെ തട്ട് ചിലപ്പോൾ ഉയർന്നിരിക്കും. Your helping will be high in the situation. ഒരു ദിവസം നിന്നേക്കാൾ ശക്തനായ ഒരുത്തൻ വരും. One day there will be a person who comes greater than you. അന്ന് നീ പരാജയപ്പെടും. That day you will be a failure. അതുകൊണ്ട് So ഞാൻ പറയുന്നത് I would like to say, ആരെയും തോപ്പിക്കാൻ നമ്മൾ നിൽക്കണ്ട. don't wait to give a failure for others. ആരോടും തോക്കാനും നമ്മൾ നിൽക്കണ്ട. Let us not stand for being a failure. പിന്നെന്താ ചെയ്യേണ്ടേ? Then what should we do? ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കുക മാത്രം ചെയ്താൽ മതി. We have to sit in the feet of Lord and worship. That's all we have to do. നമ്മൾ ആരെയെങ്കിലും തോപ്പിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് വാശി കൂടും. And when we are trying to put someone down, the challenges will be high. നമ്മളെ കൊണ്ട് തോൽക്കാൻ നിൽക്കുന്നവർക്ക് നമ്മളോടും വാശി So കൂടും. the same thing happens to the person who is trying to put us down. എന്നാൽ ദൈവഹിതത്തിനായി ദൈവസന്നിധിയിൽ താണിരുന്ന But when we are surrendering ourselves and we worship the Lord, ദൈവം കാര്യവും വ്യവഹാരവും നടത്തുന്ന ഒരു ദിവസമുണ്ട്. there will be a day that God will do His calculation and do things. അവന്റെ മുമ്പിൽ ബലപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. There is no hand that is strong in front of the Lord's presence. അപ്പൊ ഇനി എന്നോട് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. What I want to wind up is, ദൈവത്തിന്റെ രഹസ്യ സ്ഥലങ്ങളിൽ താണിരിക്കുക. let us be in the secret place of God Almighty. മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. Let us not do any kind of revenge to the people against us. ദൈവഹിതം ആരാഞ്ഞറിയുക. Let us do a search for the plans of God. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയുക. Let us experience the grace of God. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ As the psalmist says, യഹോവ നല്ലവനെന്ന് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും രുചിച്ചറിയാൻ നാം തയ്യാറാകുക. let us be ready to taste and see the Lord how good He is. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His word. Amen. Amen.